നമ്മൾ ഓൾഡ് ഡൽഹിയിലെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് എല്ലാം വെച്ചിട്ട് ഇപ്പോൾ പുറത്താക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, പിന്നെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകണം. ഇവിടെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഇനി. ഓക്കെ, ഇവിടെ ഫുഡ് സെൽഫ് സർവീസ് ആണ്. നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾഡ് ഡൽഹി സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണുള്ളത്. സ്റ്റേഷൻ്റെ അകത്ത് മീൻസ് സ്റ്റേഷൻ്റെ അവിടുത്തെ ഫുഡ് കോർട്ടാണ്. ചോള ഭട്ടൂരയാണോ റൈറ്റ്? വെള്ളം വേണ്ട, നമ്മുടെ കൈ ഇരിക്കില്ല. 3 കുപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് പൂരി സബ്സി എന്ന് പറയുന്ന സാധനം 105 രൂപ, ചോള ഭട്ടൂര് 133 രൂപ, പിന്നെ മസാല ദോശ 2 എണ്ണം 286 രൂപ. ടോട്ടൽ 524 രൂപ. GST 26-20 പൈസ, പിന്നെ SGST CGST എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ആയപ്പോൾ ടോട്ടൽ 550 രൂപയുടെ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത്. തിരക്കുമില്ല. ഇത് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ പുറത്താണ്. അവിടെ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ ഫുഡ് കോർട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഓൺലി, ഫുഡ് ഓൺലി, ഓൺലി ഫുഡ്. one more please. आलू आलू അത് പൂരി, അത് ചോള ഭട്ടൂരി. എങ്ങനെയുണ്ട് പൂരി? എങ്ങനെയുണ്ട്? ഭൂരി കൊള്ളാം, കറിയൊന്നും കൊള്ളാം. അയ്യോ, അതാ നോക്ക്. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. മക്ക എങ്ങനെയുണ്ട്? ഇത് കൊള്ളില്ല, ചമ്മന്തി നമ്മുടെ ഇതിൻ്റെ അകത്ത് നിന്ന് സാധനം ഇങ്ങോട്ടെടുത്ത് സാധനം ഇങ്ങോട്ട് വെച്ച് ഇച്ചിരി ചമ്മന്തി സൈഡ് കരിച്ച് ഇച്ചിരിയുള്ള ചമ്മന്തി അവിടെ വെച്ച് സ്പൂണെടുത്ത് ഇച്ചിരി കറി കോരി ഇച്ചിരി മുകളിൽ ഒഴിച്ചാൽ സാധനം ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചില്ല. പിന്നെ നമ്മള് ഇതെന്താ ചോള ഭട്ടൂരി അല്ലേ? ചോള ഭട്ടൂരിന്റെ പീസ് വെച്ച് ഇതെന്താ? പൊട്ടറ്റോ, ആലു. അയ്യോ, കിട്ടുന്ന പീസ അത് കട്ട് ചെയ്താൽ പോരെ? ആലുക്കുള്ളിൽ പീസും വെച്ച് 2 കടലയും വെച്ച്
കഴിച്ചോ കഴിക്കേ മതിയടി. ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ കടലക്കറിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കടലക്കറി. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് നമുക്ക് വേണം തിന്നാം. നല്ലതാണ്. കഴിഞ്ഞോ നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന 2 കഷ്ണം ഉണ്ടായിരുന്നു. 1.5 കഷ്ണം എനിക്ക് മതി. എല്ലാവരും കൈ കഴിച്ച് കുപ്പികൾ വരെ കൊറോണത്തോടെ മതി. ബ്രാൻഡി സ്കോച്ച ബ്രാൻഡി മസാല ദോശ മെനിങ്ങാത്ത അല്ലായിരുന്നു. കാണുന്നവരിലേക്ക് നമ്മുടെ വെള്ളോടെയാണ്. ഊത്തപ്പുണ്ടായിരുന്നു. വട, സാമ്പാർ, മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ. നമ്മുടെ നാട്ടിലെ വാർത്തക്കാർ വെറുതെ ഈ നാടിനെ പറഞ്ഞ് നശിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തക്കാരാണ് നോർത്ത് ഇന്ത്യയെ പറഞ്ഞ് നശിപ്പിച്ചത്. അത്രയ്ക്ക് മോശമൊന്നുമില്ല. ഇതൊരു മാസമൊന്നുമില്ല. വൃത്തിയുള്ള സ്ഥലമുണ്ട്, വൃത്തിയുണ്ട്. ആൾക്കാർ നല്ല പാവ ആൾക്കാരാണ്. വൃത്തിയുള്ള മനുഷ്യർ. എപ്പോഴും അടിയും വെള്ളവും ജാതിയും അതോ മറിച്ചിരുന്നുണ്ട്. ഇവിടെ അതെല്ലാം ഉണ്ട്. പക്ഷേ വരുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ പുറത്ത് പറയുന്നത്. ഇന്ത്യത്ത് അല്ല തൊട്ട അപ്പ മയ്യത്തോ അല്ലേ പറയുന്നത്. തിരുവനന്തപുരംകാരെ കണ്ണൂർക്കാരെ തന്ന് പേടിക്കുന്നത് അയ്യോ അവരത്ത് ബോംബുണ്ടെന്ന് എപ്പോഴോ പണ്ട് എപ്പോഴോ ബോംബ് വെച്ചിട്ട് ഇപ്പോഴും. നാളെ ചൊച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി 2 വലിയ മെയ്യത്ത് പോലെ നമ്മൾ ബാത്റൂമിൽ പുറത്തായിരുന്നല്ല, മെയ്യത്ത് പോലെ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ചങ്ങായിമാർ ഉണ്ടാക്കിയിട്ട് അവിടെ കിടത്തി. പോയ ആള് പേടിച്ച് നിലവിളിച്ച് ഉണ്ടാക്കി കടത്തിയത് മയ്യത്തിനെ കടത്തിയ പോലെ. ചുച്ചുവിന്റെ കല്യാണത്തിന്റെ തലേന്ന് നമ്മള് കൊറേ കേൾക്കാൻ കുറച്ചു നേരം നിങ്ങള് നമ്മള് കേട്ടും നമ്മള് ട്രെയിനിൽ മുഖത്ത് ഇതായിരുന്നു കേൾക്കല്. എന്താണ് ബോധം വെച്ചപ്പോ കേരളത്തിൽ ഇങ്ങനെ തീ. പിന്നെ ചുച്ചുവിന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഇല്ല. ഞാൻ എന്റെ കല്യാണത്തിന് നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ ചുച്ചുവിന്റെ കല്യാണത്തിന് നിങ്ങൾ 2 പിള്ളേരുണ്ടായില്ലേ? പെട്ടെന്ന് ലിബ്രു 2 പിള്ളേരുണ്ടായതിനു ശേഷം നിങ്ങൾ ചൊച്ചിന്റെ കല്യാണത്തിന് അങ്ങ് പോയി. ലിബാസ് ജനിച്ചപ്പോ നിങ്ങൾ ഇങ്ങ് വന്നല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചൊച്ചുവിന്റെ കല്യാണം എന്നാ പറ്റണം? അപ്പൊ ഇങ്ങനെ 2 പിള്ളേരായി. മറ്റേ കൊച്ചവിടെ മറ്റേ കുറച്ചിട്ട് എടുത്ത് വയറ്റിൽ എടുത്തിട്ട് കണക്ക് ശരിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. ശരിയായില്ലല്ലോ. ഒരു ഇതിന് പറഞ്ഞത് ആർക്കും ദോഷമുള്ള കാര്യം. വയറ്റി കിടക്കുന്ന കൊച്ചിനെക്കാരും കണക്ക് കൂട്ടി തന്നെ ശരിയാക്കും. ആ കൊച്ചിന് ടിക്കറ്റ് എടുത്താ പോയാ അല്ല വയറ്റി കിടക്കുന്ന കൊച്ചിനെ അവർ അതേ കൂട്ടി പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോ കൂട്ടണം. എല്ലാത്തിനും കൂട്ടണം. സവാള തന്നെയാന്തോ ഉമ്മ അപ്പഴേ മാസ്കും കിട്ടും കേട്ടോ. ഉമ്മക്ക് കേരളത്തിൽ ചെന്ന് ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. വയ്യ കണ്ണൂർ കണ്ണൂർക്കാതെ ഒരു ഇന്റർവ്യൂല് വന്നത് ധ്യാനൊക്കെ പിന്നെ ഔട്ടായി. ഇന്റർവ്യൂ ഇട്ട് ഇത് പണിയാണല്ലോ മച്ചമ്പി. ഓക്കെ, അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡിങ് എല്ലാം കഴിഞ്ഞു. നമ്മള് ഹോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് ഇരിക്കുകയാണ്. നമ്മള് റെയിൽവേയുടെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നല്ല ഫുഡായിരുന്നു. പുറത്തിറങ്ങി വീണ്ടും നല്ല തണുപ്പ് ആണ്. തണുപ്പ് മാറിയിട്ടില്ല. അകത്ത് അത്യാവശ്യം ടെമ്പറേച്ചർ കൺട്രോൾ ആയിരുന്നു തോന്നുന്നു. പക്ഷെ പുറത്ത് നല്ല തണുപ്പുണ്ട്.